നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ കുടുംബത്തിലുണ്ടായ കുടുംബ വഴക്ക് ചർച്ചയായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഒരാൾ നടിയായ അഹാന കൃഷ്ണയാണ്. കുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങളും തുടർന്ന് അമ്മൂമ്മ വസന്ത ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും അഹാനയ്ക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വഴി തുറന്നിരുന്നു. നടിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ കനത്ത ആക്രോശങ്ങളാണ് ഉയർന്നത്. നടിയുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നെഗറ്റീവ് കമന്റുകൾ നിറയുകയാണ്. കസിൻ തൻവി തന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ച ചില കാര്യങ്ങളും അതിനു പിന്നാലെ അമ്മൂമ്മ വസന്ത നടത്തിയ വെളിപ്പെടുത്തലുകളും കൃഷ്ണകുമാർ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങൾ എത്തിച്ചിരുന്നു. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അഹാനയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ വിചാരണ നടത്തുകയും ചെയ്തു. അമ്മയുടെ അമ്മയെ അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചു. സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്നതിന്റെ എല്ലാം പേരിലാണ് അഹാനയ്ക്ക് വിമർശനം. ഇപ്പോഴിതാ അമ്മൂമ്മയെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ അഹാനയുടെ ഇമേജ് പൂർണ്ണമായും തകർന്നിരിക്കെ സിന്ധു കൃഷ്ണ പുറത്തുവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. അമ്മ അച്ഛനെ അടിക്കുന്ന CCTV ദൃശ്യങ്ങൾ സിന്ധു പലർക്കും മെസ്സേജായി അയച്ചു. സർജറിക്ക് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് അച്ഛനെ അടിച്ചു. ഇതെപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എനിക്ക് അമ്മയോട് ദിവസവും വഴക്കിടേണ്ടി വന്നു എന്നാണ് ഈ വീഡിയോയ്ക്കൊപ്പം സിന്ധു കൃഷ്ണ അയച്ച മെസ്സേജ്. ഇതേക്കുറിച്ച് യൂട്യൂബർ സായി കൃഷ്ണ സംസാരിച്ചു. ഒരു പരിചയവും ഇല്ലാത്തവർക്കാണ് ഈ വീഡിയോ അയക്കുന്നത്. അത്രത്തോളം വെറുപ്പ് സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കും വന്നിട്ടുണ്ട്. ഇവരോട് എന്താണ് വിഷയം എന്ന് ചോദിക്കുന്ന പലർക്കും ഈ CCTV ഫുട്ടേജുകൾ സിന്ധു കൃഷ്ണ അയക്കുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആണ്. ഒരു പരിചയമില്ലാത്തവർക്ക് ഇങ്ങനെ അയച്ചാൽ ഇത് പുറത്തു വരുമെന്ന് സിന്ധു കൃഷ്ണയ്ക്ക് ഉറപ്പല്ലേ? നിങ്ങൾ വീഡിയോകളിലൊക്കെ പറയുന്നത് നിങ്ങൾക്കിത് പുറത്തു പറയാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല. അത്രയും മോശമായ കാര്യങ്ങൾ ഒരു അമ്മമ്മ മുത്തശ്ശനെയും കൊച്ചുമോളെയും കുറിച്ച് പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഹോം വ്ലോഗുമായി സിന്ധു കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. വീട്ടിലെ വിശേഷങ്ങളും ജിമ്മിൽ പോയതും ഓമിയോടൊപ്പമുള്ള നിമിഷങ്ങളും ഒക്കെയായിരുന്നു പുതിയ വീഡിയോയിൽ സിന്ധു പങ്കുവച്ചത്. തൻവിയുടെയും അഹാനയുടെയും വിവാഹ വീഡിയോയ്ക്ക് ശേഷമാണ് സിന്ധു കൃഷ്ണ വ്ലോഗുമായി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ച അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. സംഭവിക്കാൻ പാടില്ലായിരുന്നു പലതും. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷൻ അല്ലായിരുന്നു. ഒരുപാട് വിശദീകരണമോ ഞങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിനകത്ത് ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. പേഴ്സണലി നമ്മളുമായുള്ള കണക്ഷൻ ഉള്ളവരും സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. ഒരു ദിവസത്തെ കാര്യമല്ല ഇതൊന്നും. എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും അറിയാവുന്നവർക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. പബ്ലിക്ക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്തതും നമ്മുടെ ഫീലിംഗ്സും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. പാരന്റ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് ലിസ്റ്റിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്നും. 20 പ്രാവശ്യം അവരുടെ കൂടെ പോയെങ്കിൽ ഒരു തവണയായിരിക്കും ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പക്ക ഡെയിലി നടക്കുന്നതൊന്നുമല്ല ഞാൻ കാണിക്കാറുള്ളത്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഒന്ന് മറ്റൊന്നിന് ഫേവറബിൾ അല്ലാത്ത തരത്തിലുള്ള മരുന്നുകളായിരുന്നു കഴിച്ചിരുന്നത്. കാർഡിയാക് അറസ്റ്റിനുള്ള സാധ്യതയുണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് വൈകുന്നേരം നടത്തിയ ടെസ്റ്റിലും ഓക്കെ ആയിരുന്നു എല്ലാം. വീഡിയോയിലൂടെ കാണിച്ചതൊന്നുമല്ല എന്റെ ലൈഫ്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പാരന്റ്സിന്റെ കാര്യങ്ങൾ ചാർട്ട് ചെയ്താണ്. ഇവിടെ ഞാനാണ് അവസാനമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ. അതിനിടയിൽ യൂട്യൂബ് ചാനൽ എന്തിനാണ്? അതിൽ വീഡിയോ ഒക്കെ അല്ലേ ഇടുന്നത്? ഞാൻ എന്തിടാനാണ് എന്നൊക്കെയായിരുന്നു എന്റെ സംശയം. നിങ്ങളൊക്കെ വീഡിയോ ഇടുന്നായിരുന്നു ഞാൻ പിള്ളേരോട് പറഞ്ഞത്. അതിനിടയിൽ കിച്ചുവാണ് എന്നോട് നീ എന്തെങ്കിലും തുടങ്ങുന്ന നിർബന്ധം പറഞ്ഞത്. നിനക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഇല്ലേ? കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇട്. ഇതിലൂടെ പൈസയൊക്കെ കിട്ടുന്നതല്ലേ എന്നും പറഞ്ഞിരുന്നു. മോണിറ്റൈസേഷനോ പൈസ കിട്ടുന്നതോ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു. അഹാനയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഓസി, മിഷാനയും കിച്ചും ഹൻസും ഒടുവിലാണ് ഞാൻ തുടങ്ങിയത്. പ്ലേ ബട്ടണൊക്കെ അടുപ്പിച്ചാണ് എല്ലാവർക്കും കിട്ടിയത്. വരുമാനം വന്നു തുടങ്ങിയപ്പോൾ അത് പാരന്റ്സിന് വേണ്ടി ചെലവാക്കണം എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. 2021 തോന്നുന്നു എനിക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങിയത്. അതുവരെയും പാരന്റ്സിന് വേണ്ടി ചെയ്തിരുന്ന ഹെൽപ്പൊക്കെ ഞങ്ങളുടെ കമ്പനിയിലെയോ കിച്ചു തരുന്നതോ പിള്ളേർക്ക് വെച്ചതോ ഒക്കെ ആവും. ഇവിടെ ഇത്രയും ചെലവ് വരുമ്പോൾ അവർക്കായും കൂടുതൽ ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്. എന്തിനാണ് അവർക്ക് വേണ്ടി ഇത്ര കൂടുതൽ പൈസ ചെലവാക്കുന്നതെന്ന് മക്കളോ കിച്ചുവോ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഗിൽട്ട് ഉണ്ടായിരുന്നു. ഞാനായിട്ട് സമ്പാദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഫ്രീഡം ആയിരുന്നു. അവർക്ക് വേണ്ടി ഇത്ര ചെലവാക്കിയെന്ന് ആരോടും പറയേണ്ടതില്ലല്ലോ. ഉള്ളിൽ ഗിൽറ്റി ഫീലും വരില്ലല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണങ്ങളിലൊന്നും ഇതാണ്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് സന്തോഷത്തോടെയാണ്. വലിയൊരു എമൗണ്ട് വരുമ്പോൾ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്. അവരെല്ലാം തരാറുമുണ്ട്. കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതേക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റു പലരുടെയും വീഡിയോയിലൂടെയായി ഓരോന്നായി ചോദിച്ചു വരും. അമ്മയെ കാണാൻ പോകുന്നില്ലേ? അമ്മ എന്താണ് വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ഇനി ആരും എന്നോട് ചോദിക്കില്ലല്ലോ എന്നും ഒരു
പീസ് ലവറായിരുന്നു ഞാൻ. അത് കിട്ടാതെ വരുമ്പോൾ മാറി നിൽക്കുകയും സൈലന്റ് ആവുകയും ചെയ്യുന്ന ആളാണ് ഞാനെന്നുമായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. സിന്ധു കൃഷ്ണ അമ്മയെക്കുറിച്ചും തൻവിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. അമ്മയും തൻവിയും സന്തോഷത്തോടെ ഇരിക്കണം. എന്തെങ്കിലും എമർജൻസി വന്നാൽ ഏത് സമയത്താണെങ്കിലും എന്നെ വിളിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഞാൻ അയച്ച ജോലിക്കാരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നായിരുന്നു രാവിലെ അവരുടെ കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്. ചേച്ചി ഞാനിന്ന് പോവുകയാണെന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. അവരൊക്കെ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിച്ചിരുന്നു. പോവരുതെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടും കേട്ടില്ല. അവർ നിന്നില്ല, പോയി. അതിന്റെ കാരണം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതിനുശേഷം അവർ തന്നെ എല്ലാം മാനേജ് ചെയ്തു. ഞാൻ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കും. എനിക്ക് സമാധാനം വേണം, അവർക്കും സമാധാനം വേണം. എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോൾ 55 വയസ്സായി. ഇന്ത്യക്കാരുടെ ഒരു ചിന്താഗതിയൊക്കെ വെച്ച് 70 വരെയൊക്കെ പോകണമെന്നാണ്. ഇനി ആകെ ഉണ്ടാവുന്ന ഒരു 15 വർഷം, അതിന്റെ 1/3 എന്നത് ഉറക്കവും വിശ്രമവും ഒക്കെയാണ്. വളരെ കുറച്ച് സമയമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അമ്മയ്ക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഞാൻ കാണും. കാലം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചേക്കും. അങ്ങനെയാണല്ലോ പൊതുവെ. ഇത്തരം വിഷയങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പറയാതിരിക്കാനും വയ്യ. സിന്ധു എന്താണ് അതേക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ വരും. ഇനി അങ്ങോട്ട് വ്ലോഗുമായി സജീവമാകാനുള്ള തീരുമാനത്തിനാണ് താനെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. അഹാനെ അനാവശ്യമായി വിമർശിക്കുന്നവർക്കും സിന്ധു കൃഷ്ണ മറുപടി നൽകിയിരുന്നു. എല്ലാ വീട്ടിലും അമ്മു എന്ന ടാഗ് ലൈൻ ഞങ്ങളായിട്ടല്ല ഉണ്ടാക്കിയത്, അത് ആളുകൾ തന്നെ കൊടുത്തതാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ എന്നും അമ്മു വേണമെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. അപ്പൂപ്പന്റെ വിയോഗശേഷമായി അമ്മുമ്മ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നും നാട്ടിലേക്ക് വരാനായി തന്നെ നിരന്തരം നിർബന്ധിക്കുന്നുണ്ടെന്നുമായിരുന്നു മറ്റൊരു കൊച്ചുമകളായ തൻവി പറഞ്ഞത്. നാട്ടിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള പാക്കിങ്ങിനിടയിലും അമ്മുമ്മ വിളിച്ചതും സംസാരിച്ചതും വീഡിയോയിൽ കാണിച്ചിരുന്നു. മൂത്ത മകളായ സിന്ധുവും മക്കളും അമ്മയെ കാണാൻ പോകുന്നില്ലേ, നോക്കുന്നില്ലേ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത്. വിമർശനങ്ങൾ കടുത്തതോടെയായിരുന്നു കാരണം പറഞ്ഞ് അമ്മു എത്തിയത്. ഈ വിഷയം സംസാരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയെക്കുറിച്ച് മോശം പറയുന്നത് ഇനിയും കേട്ട് നിൽക്കാനാവില്ല എന്നായിരുന്നു അഹാന പറഞ്ഞത്. അമ്മുമ്മയ്ക്ക് OCD പ്രശ്നങ്ങളുണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതോ നിൽക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ആരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഹോം നേഴ്സും ജോലിക്കാരും ഒക്കെയായി എപ്പോഴും വഴക്കിടാറുണ്ട്. ഒരു കൊച്ചുമകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അതോടെയാണ് അമ്മുമ്മയുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിച്ചത്. അവിടെ പോവുകയോ അവരെ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇഷാനയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു ആ സംഭവം നടന്നത്. അപ്പൂപ്പൻ മരിച്ച സമയത്ത് അമ്മുമ്മയും ഡ്രൈവറും പോയാണ് ആ വീട് വൃത്തിയാക്കിയത്. അതിനുശേഷവും വൃത്തിയാക്കാൻ ആളെ വെച്ചപ്പോഴും അല്ലാതെ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഒന്നും അമ്മുമ്മ സമ്മതിച്ചിരുന്നില്ല എന്നും അഹാന പറഞ്ഞിരുന്നു. പ്രായം പോലും നോക്കാതെയാണ് അമ്മു തന്നോട് പെരുമാറിയതെന്നായിരുന്നു അമ്മുമ്മ പറഞ്ഞത്. തൻവിയുടെ വീഡിയോയിലൂടെയായിരുന്നു അമ്മുമ്മ കാര്യങ്ങൾ വിശദീകരിച്ചത്. എടി അവളെ വസന്തേ എന്നൊക്കെയാണ് അമ്മു എന്നെ വിളിക്കാറുള്ളത്. വളരെ മോശമായ ഭാഷയിൽ മെസ്സേജും അയച്ചിരുന്നു. മലയാളത്തിൽ അയച്ച മെസ്സേജ് അവർ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ചില മെസ്സേജുകളൊക്കെ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. എനിക്ക് അതെടുത്ത് വെക്കാനൊന്നും അറിഞ്ഞുകൂടാ എന്നും അവർ പറഞ്ഞിരുന്നു. അഹാനയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു വീഡിയോ കണ്ടവരെല്ലാം പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നേതാവായി നിൽക്കുന്ന അഹാന പ്രായം പോലും നോക്കാതെ അമ്മൂമ്മയോട് ഇത്രയും മോശമായി പെരുമാറി. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് നല്ല കുട്ടി, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. എല്ലാ വീട്ടിലും അമ്മുവിനെ പോലെ ഒരു മകൾ വേണമെന്നായിരുന്നു നേരത്തെ സിന്ധു കൃഷ്ണ പറഞ്ഞത്. സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം വന്ന് അത് ഏറ്റുപിടിക്കുകയും അമ്മുമ്മയുടെ വെളിപ്പെടുത്തൽ വന്നതോടെയായിരുന്നു അഹാനയുടെ ഇമേജ് തന്നെ തകർന്നത്. മകളെ വിമർശിക്കുന്നത് പുതിയ വ്ലോഗിലൂടെയായി സിന്ധു കൃഷ്ണ മറുപടി നൽകിയെത്തിയിരുന്നു. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമോ വേണ്ടയോ എന്ന വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വെഡിങ് അല്ല. അമ്മു ഞങ്ങൾക്ക് വേണ്ടിയും എന്റെ പേരൻസിന് വേണ്ടിയും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് പലരും അനലൈസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാര്യമാണത്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയ മോട്ടോ അല്ല എന്നും മറ്റു വീടുകളിൽ അമ്മു വേണോ വേണ്ടയോ എന്നത് ആൾക്കാർ തീരുമാനിക്കട്ടെ. പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ അമ്മു വേണമെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഷീസ് വണ്ടർഫുൾ ഗേൾ. ഞാൻ എപ്പോഴും അവളുടെ കൂടെയാണ്. മക്കളെല്ലാം അവളുടെ ഭാഗത്താണ്. എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ എന്നായിരുന്നു സിന്ധു കൃഷ്ണ അഹാനയെ കുറിച്ച് പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.